ജീവിതത്തിൻ്റെ പല മേഖലകളിലും പരമാർത്ഥമായി ജീവിച്ചതുകൊണ്ട്, നീതിയായി ജീവിച്ചതുകൊണ്ട് പിന്തള്ളപ്പെട്ടുപോയി, പരാജയപ്പെട്ടുപോയി എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഞാനും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ കരുതിയിട്ടുണ്ട്. നാം എല്ലാവരും എവിടെയെങ്കിലും അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ നിഷ്കളങ്കതയെയും നമ്മുടെ പരമാർത്ഥതയെയും മനുഷ്യൻ ചൂഷണം ചെയ്യുമ്പോൾ, ദൈവമേ, ഞാൻ നിഷ്കളങ്കനായും നീതിമാനായും ജീവിച്ചത് അബദ്ധമായി പോയോ എന്ന് തോന്നിയേക്കാം. ഒരു നാൾ ഞാൻ 25-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 21-ാം വാക്യം എന്നെ നന്നായി സ്പർശിച്ചു. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 25-ാം സങ്കീർത്തനം 21-ാം വാക്യം: നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ, ഞാൻ നിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ. നിഷ്കളങ്കതയും നേരും എൻ്റെ പരാജയത്തിന് കാരണമാകുമെന്നോ, ഞാൻ തകർക്കപ്പെടുവാനോ മനുഷ്യനെന്നെ പറ്റിക്കുവാനോ അതൊരു മുഖാന്തരമായെന്നോ അല്ല പറഞ്ഞത്. നിഷ്കളങ്കതയും നേരും എൻ്റെ പരിപാലനമായിരിക്കും. കാരണം ഞാൻ ദൈവത്തിങ്കൽ പ്രത്യാശ വെക്കുന്നവനാണ്. നിഷ്കളങ്കനായി ജീവിച്ചതുകൊണ്ട്, പരമാർത്ഥതയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ട് എവിടെയെങ്കിലും പരാജയപ്പെട്ടു എന്ന് കരുതരുത്. നാം പ്രത്യാശ വെക്കുന്നത് നീതിമാനായ ദൈവത്തെയാണ്. വിശ്വസ്തതയും നേരും നിഷ്കളങ്കതയും നമുക്കൊരു പരിച പോലെ സംരക്ഷണമാണ്. ധൈര്യമായി ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നേറാം. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ നീതിമാൻ തന്നെ.